ചേട്ടാ ചേട്ടാ. എടാ മക്കളെ 7 മണി ആയതേ ഉള്ളൂ. ഇപ്പൊ എന്താ നേരത്തെ വന്ന് 9:30 ഉള്ളു സ്കൂള്. എക്സ്ട്രാ ക്ലാസ് വല്ലതും ഉണ്ടോ? ചേട്ടൻ പുതിയ സെക്യൂരിറ്റി ആയതുകൊണ്ട് അറിയാത്ത. ഞങ്ങൾ രാവിലെ വരും. ചേട്ടൻ തുറക്ക്. എന്നാ കേറ്. ഈ അധ്യയന വർഷം കഴിയുമ്പോൾ മറ്റുള്ള പിള്ളേർക്ക് ക്ലാസ്സിലെ ഓർമ്മകൾ ഓർക്കാനേ ക്ലാസ്സിലെ ബഹളവും അടിയും വഴക്കൊക്കെ കാണത്തുള്ളൂ. പക്ഷെ നമുക്ക് ഓർക്കാനോ? അതെ, ഈ പുലരിയിലെ ശാന്തമായ നിമിഷങ്ങൾ. എടി ഇന്ന് എന്തൊക്കെയുണ്ട്? ഇന്നോ? ഇന്ന് രഘുസാറിന്റെ അസൈൻമെന്റ് ഉണ്ട്. അയ്യോ ഞാൻ എഴുതിയില്ല. പിന്നെ ഞാൻ എന്തിനാ ഇവിടെ? എഴുതിയിട്ടുണ്ടോ? പിന്നെ കാണിച്ചു തരാം. എടി എനിക്ക് അങ്ങോട്ട് തലേ നിൽക്കുന്നില്ലടി. പേടിക്കണ്ട, ബെല്ലടിക്കാൻ ഇനി 2-3 മണിക്കൂറില്ലയോ? ഞാൻ പഠിപ്പിക്കാം. నిన్నే చూడగానే నామదే చేజారనే నీ చూపుకి నన్నే మరిచిపోయి సాగనే ఇలా నీ వైపుకి ఇన్నాళ్ళు లేని ఆశలే എന്താടാ രാവിലെ വന്ന് രണ്ടെണ്ണം കൂടെ സല്ലാവാ. എന്തൊക്കെ ഉണ്ടല്ലോ. ഇന്ന് അസൈൻമെന്റ് വെക്കേണ്ട ദിവസോ? എടാ ഫിസിക്സിന്റെ എക്സാം, എടാ കെമിസ്ട്രിയുടെ റിവിഷൻ, മാത്സിന്റെ എംപോസിഷൻ എക്സാം. അയ്യോ ഇനി 5 മിനിറ്റും കൂടെ ഉള്ള ഫസ്റ്റ് ബെല്ലിന്. ഈ 5 മിനിറ്റ് കൂടെ നമുക്ക് ഒരെണ്ണം പോലും തീർക്കാൻ പറ്റത്തില്ല. ഞാക്കി ചിരിക്കണ്ട, നിങ്ങൾക്കും പണി കിട്ടും. ഞങ്ങൾ രാവിലെ വന്ന് എക്സാമിന് പഠിച്ച് അസൈൻമെന്റ് എഴുതി, റിവിഷൻ ചെയ്ത്, എംപോസിഷൻ എഴുതി. എടാ നിന്റെയൊക്കെ വിചാരം ഞങ്ങൾ രാവിലെ വന്നിരുന്ന് സല്ലാപം കാണിക്കുമെന്നില്ലയോ? അതൊന്നും അല്ല ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ ഇതൊക്കെ കവറപ്പ് ചെയ്യുവോ? ഒരു കാമിയുള്ളതിന്റെ അഹങ്കാരം. നിലത്തൊന്നും അല്ല രണ്ടെണ്ണം. നാളെ ഒരു എക്സാം ഉണ്ട്, നമുക്കത് പഠിക്കാലോ. ആ ശരിയടി. അപ്പം പരീക്ഷയ്ക്ക് മാർക്ക് കുറയുന്നവര് 15 തവണ എംപോസിഷൻ എഴുതേണ്ടതാണ്. മനസ്സിലായോ? నిన్నే చూడగానే నామదే చేజారనే నీ చూపుకి నన్నే మరిచిపోయి సాగనే. ക്രിക്കറ്റ് കളിക്കാൻ പോയി കൈ വയ്യടാ, ഇതൊന്ന് വാരി തരാവടാ. ഒന്ന് പോടെ ഇറക്കാൻ. എനിക്ക് എന്റെ ഓറിന്റെ സമയമില്ല. അപ്പഴ എനിക്ക് വരുന്നത് അപ്പനോടെ പറയടാ അപ്പൂല്ലേ. ക്രിക്കറ്റ് കളിക്കാൻ പോയ സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ അങ്ങ് വളച്ചാൽ മതി. സമയാസമയം അസൈൻമെന്റ്, സെമിനാർ, എക്സാം പാസ്സാക്കുന്നു, ഫുഡ് വാരി കൊടുക്കുന്നു. എന്തോ ഗതിയാടാ ഇതൊക്കെ. ఇన్నాళ్ళు లేని ఆశలే పూసేనులే. രാത്രി 12 മണിക്ക് തന്നെ വന്ന് എന്റെ ബർത്ത്ഡേക്ക് സർപ്രൈസ് ചെയ്ത് ഞാനത് സർപ്രൈസ് ആയി പോയി. എനിക്ക് വയ്യ. കഴിഞ്ഞിട്ടില്ല. ദോ നോക്ക്. എടി തലയൊന്ന് ചൊറിഞ്ഞേ. നിന്റെ കെട്ടിയോളോട് പോയി പറ. അതല്ലയോ പറഞ്ഞേ, ഒന്ന് ചൊറിയടി. എടാ അതിന്റെ ഉത്തരം എന്തുവാ? പറയടാ. സാറേ ഉത്തരം എന്തുവാ? എന്നോട് ചോദിക്കുമ്പോ ഞാൻ പറഞ്ഞോളാം. ഇവിടെ എന്തോ മനസ്സാണോ ഇല്ല. നിനക്കറിയത്തില്ലല്ലോ. ആ നീ പറ. സാറേ 5. ആ ഇരുന്നു. അപ്പം രമണനും ചന്ദ്രികയും പ്രേമിക്കുകയായിരുന്നു. ആരൊക്കെ പ്രേമിക്കുകയായിരുന്നു? ആ ആരാ അതൊക്കെ പറഞ്ഞു? രേണുകേ, എന്റെ അച്ഛനെ ഞാനൊന്ന് കാണുന്നുണ്ട് കേട്ടോ. ആ എന്താ പറ്റി? ഒന്നുമില്ലടാ. പിന്നെ എന്തിനാ ഇരുന്ന് മോങ്ങുന്നേ? എടാ നീ പറയടേ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പരിഹരിച്ചു തരാം. ഞാൻ നിന്റെ ചങ്കില്ലയോ, പറ എന്തേലുമൊക്കെ. എന്തോ കാര്യം എന്തോ പറ.
ഇന്ന് അവള് വന്നില്ല. അവളില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാ വരാത്തതാ. പക്ഷെ ലാസ്റ്റ് മിനിറ്റിൽ അറിഞ്ഞ് വയ്യാന്ന്. ഞങ്ങൾക്കൊക്കെ വരാതിരിക്കാൻ 100 കാരണങ്ങളാ. ഇവന് വരാനോ ഒറ്റ കാരണം, രേണുക. എടാ അവക്ക് എന്തായെന്ന് അറിയണം. ഞാൻ വീട്ടിൽ പോവാ. എന്താ ചിരിക്കാത്തെ? അയ്യാടാ, ദേഹത്ത് കൈ വിടാനുള്ള അധികാരമൊക്കെ എനിക്കുണ്ട്. എന്റെ പെണ്ണാ നീ. കാര്യം എന്തുവാ? കാര്യം പറയുന്നേ. അതെ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. എടാ, നീ ആരോട് ചോദിച്ചോണ്ട് ആർട്സിനൊക്കെ ചേർന്നേ? അപ്പൊ നിനക്ക് എന്നെ വേണ്ട, അതുകൊണ്ടല്ലേ നീ ആർട്സിന് ചേർന്നേ? ഞാൻ ഇനി ആരോട് സംസാരിക്കും? എനിക്കൊരു അബദ്ധം പറ്റിയതാ. നീ അതൊന്ന് വിട്ടേ. അല്ല, എന്നെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിട്ടില്ലേ നീ ആർട്സിന് പേര് കൊടുത്തേ? നീ അതിന് പേര് വെട്ട്. ഇല്ലാതെ എനിക്ക് പറ്റത്തില്ല. പേര് വെട്ടേ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഞാൻ മിണ്ടത്തില്ല. വെട്ട് 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 വെട്ട്. ആരാ വെട്ട്? എടാ, ഇന്നലെ ക്രിക്കറ്റ് കളിക്കാൻ പോയി കൈ വയ്യാടെ ഒന്ന് വാരി തരാമോ? ഒന്ന് പോടാ പോലെ, എനിക്ക് എന്റെ ചോറ് ചെയ്യുന്ന സമയമില്ല. അപ്പോഴല്ലേ നിനക്ക് വാരി തരുന്നത്. കളിക്കാൻ പോയ സമയത്ത് ഏതെങ്കിലും ഒരു പെണ്ണിനെ സെറ്റാക്കിയാൽ മതിയായിരുന്നു. രണ്ടും കൂടെ രാവിലെ വന്ന് സല്ലാപം അല്ലയോ?